നമസ്കാരം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 2 ദിവസമായി. പക്ഷേ ഈ 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രാജ്യത്താകമാനം ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഉയർത്തിവിട്ട ആത്മാഭിമാനത്തിൻ്റെ, ആത്മഹർഷത്തിൻ്റെ, അതേപോലെ സ്വാഭിമാന ബോധത്തിൻ്റെ ഒക്കെ സന്തോഷത്തിൻ്റെ, ഭക്തിയുടെ ഒക്കെ തരംഗങ്ങൾ ഇതുവരെ അലയടിച്ച് തീർന്നിട്ടില്ല. രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിൽ മാത്രമല്ല, ഇന്ത്യക്കാരുടെ സമൂഹങ്ങളിൽ ഉള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ഇത് സംബന്ധിച്ച ആഘോഷങ്ങളും മറ്റു പരിപാടികളും ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ നമ്മൾക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതുപോലെ, എക്സ്പെക്റ്റ് ചെയ്യാവുന്നതുപോലെ രാജ്യത്ത് തന്നെ ഈ ഒരു ചടങ്ങിനെതിരെ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഭാവനയ്ക്കെതിരെ, അതിൻ്റെ പിന്നിലുള്ള സങ്കല്പത്തിനെതിരെ വലിയ തോതിൽ അമർഷവും നിരാശയും ദേഷ്യവും ഒക്കെ രേഖപ്പെടുത്തുന്ന നിരവധി പ്രസ്താവനകളും ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ രാഷ്ട്രീയക്കാരെ സത്യത്തിൽ അവരിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിലെ മുസ്ലിം ജനസാമാന്യം ഈ വിഷയത്തിൽ വലിയ ബഹളങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം രാജ്യത്ത് ഒരിടത്തും തന്നെ, മുംബൈയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവം, അങ്ങനെ 1-2 സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ 130 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഇതൊരു വലിയ വിഷയമാകുകയോ അല്ലെങ്കിൽ വലിയ സംഘർഷത്തിലേക്ക് ഇത്തരം വിഷയങ്ങൾ പോവുകയോ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ശക്തമായ ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്തുണ്ട് എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ കാരണം. മറിച്ച് അയോധ്യയിൽ ഹിന്ദു സമൂഹത്തിനെതിരെ നടന്നത് കടുത്ത അനീതിയാണ് എന്ന് സുപ്രീം കോടതി വിധിക്ക് ശേഷമെങ്കിലും മുസ്ലിം ജനസാമാന്യം ഈ രാജ്യത്തെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു മനസ്സുകൊണ്ട് എന്നാണ്. പലരും അത് പുറത്ത് തുറന്നു പറയാൻ തയ്യാറാവില്ല. പക്ഷേ അവർക്കറിയാം, ജനങ്ങളുടെ ആരാധനാപാത്രമായ, ജനങ്ങൾ മര്യാദ പുരുഷോത്തമനായി കാണുന്ന ശ്രീരാമൻ്റെ ജന്മസ്ഥലമെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ആ സ്ഥലത്ത്, ആ പർട്ടിക്കുലർ സ്പോട്ടിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രം പൊളിച്ചു തന്നെയാണ് ഈ ബാബറി കെട്ടിടം അവിടെ പണിതത്. അത് തീർച്ചയായിട്ടും കർമ്മം എന്ന് പറയുന്ന ഒന്ന് അത് 500 വർഷങ്ങൾ കഴിഞ്ഞായാലും തിരിച്ചടിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അത് ഭാരതത്തിലെ ഒരുപക്ഷെ മുസ്ലിം ജനസാമാന്യം അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു നിശബ്ദതയുടെ അല്ലെങ്കിൽ നിസ്സംഗതയുടെ ഒരു കാരണമായി നമ്മൾ കാണേണ്ടത്. പക്ഷേ അങ്ങനെ അടങ്ങിയിരിക്കുന്നവരല്ല നമ്മളുടെ രാഷ്ട്രീയക്കാർ തീർച്ചയായിട്ടും അവർക്ക് ഇതിൻ്റെ പേരിൽ രാജ്യമെമ്പാടും ഒരു സംഘർഷം ഉണ്ടാകുക, ആ സംഘർഷത്തിൻ്റെ അനന്തരഫലങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മുകളിലും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ മുകളിലും വെക്കുക, അങ്ങനെ രാജ്യത്താകമാനം ഒരു അസ്വസ്ഥതയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള പദ്ധതികൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഏറ്റവും വലിയ തിളക്കമായി മാറിയത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ വന്ന 2 പ്രതികരണങ്ങൾ, ആ 2 പ്രതികരണങ്ങളിലും പാകിസ്ഥാനുണ്ട്. ആ പ്രതികരണങ്ങളൊന്ന് എടുത്തു പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഒന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ ഒരു പ്രതിഷേധം വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി അവരുടെ പ്രസ്താവനയിൽ അവർ പറയുന്നത്, ഇന്ത്യയിൽ ഈ അയോധ്യയിൽ നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പാകിസ്ഥാൻ പ്രതിഷേധം അറിയിക്കുന്നു. ഇത് ഇന്ത്യയിൽ വളർന്നു വരുന്ന ഭൂരിപക്ഷ മതവർഗീയതയുടെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭയചകിതരാണ് എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ, എതിരെയും കടുത്ത തോതിലുള്ള അനീതിയാണ് നടക്കുന്നത്. ഇതിന് അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരാണ് ആവശ്യപ്പെടുന്നതെന്ന് ആലോചിക്കണം. പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രമാണ്. മറ്റൊരു ന്യൂനപക്ഷത്തിനും അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത തരത്തിൽ ആ രാജ്യത്തെ സാമൂഹിക വ്യവസ്ഥിതി മാറ്റിയ ഭരണകൂടമാണ്. ആ ഭരണകൂടം ആര് ഭരിച്ചാലും, പാകിസ്ഥാനിൽ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും, ഏത് പട്ടാള മേധാവി അധികാരത്തിൽ വന്നാലും ഒരു കാര്യത്തിൽ, ഒരു അജണ്ടയിൽ അവർക്ക് മാറ്റമില്ല. അത് ന്യൂനപക്ഷ പീഡനമാണ്. ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ വ്യവസ്ഥാപിതമായ ഒരു പോളിസി സ്വാതന്ത്ര്യത്തിന് ശേഷം അന്ന് തൊട്ട് ഈ 2024 വരെ മാറ്റമില്ലാതെ തുടരുന്ന ഒന്നാണ്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾക്ക് നിരവധി വാർത്തകൾ വരാറുമുണ്ട്. പാകിസ്ഥാനിൽ ഇന്നുള്ള ന്യൂനപക്ഷങ്ങളുടെ എണ്ണം മാത്രം മതി അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഇന്നത്തെ അവസ്ഥ അറിയാൻ. ഇനി ന്യൂനപക്ഷങ്ങളെ വിട്ടാൽ, ആ ന്യൂനപക്ഷങ്ങളിൽ ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും ബൗദ്ധരും ജൈനരും ഒക്കെ ഉണ്ട്. അവരെ വിട്ടുകഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ തന്നെ സുന്നികളല്ലാത്ത
ഇതര വിഭാഗങ്ങൾക്കെതിരെയും കടുത്ത ആക്രമണങ്ങളും പീഡനങ്ങളും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തലും ഒക്കെ നിരന്തരം നടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അങ്ങനെ ഒരു രാജ്യമാണ് ഭാരതത്തിനെതിരെ അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ പേരിൽ പ്രതിഷേധം അറിയിക്കുന്നത്. ഭാരതത്തിൻ്റെ മറുപടി അപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ശരിക്കും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് തന്നെ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം അവരുടെ പ്രതികരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ദിസ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല, ഇതിൽ നിങ്ങൾ അഭിപ്രായം പറയേണ്ട എന്ന് തന്നെ ശക്തമായ ഭാഷയിൽ പാകിസ്ഥാനെ താക്കീത് ചെയ്തിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഈ പ്രസ്താവന പോലും ഒരു പരിധിവരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ മറ്റൊരാൾ ഇവിടെ ഭാരതത്തിനുള്ളിൽ തന്നെ പാകിസ്ഥാനെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചഴിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, മറുപടി പറയേണ്ടതാണ്. ആൾ മറ്റാരുമല്ല, ശ്രീമാൻ KT ജലീലാണ്, മുൻ മന്ത്രി KT ജലീൽ. ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ മെയ്വഴക്കം, ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു നേതാവ് ശ്രീ KT ജലീലാണ്. തീവ്ര മതപക്ഷത്തിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത് വിപ്ലവ പാർട്ടി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന CPM-ൽ ആണ്. അപ്പോൾ അതുതന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഷിഫ്റ്റ് എന്ന് തന്നെ പറഞ്ഞാൽ, ആൾക്കാർ പാർട്ടി മാറാറുണ്ട്, കൂറ് മാറാറുണ്ട്, മുന്നണി മാറാറുണ്ട്, അതൊന്നും പുതിയ കാര്യമല്ല. പക്ഷേ ഇത്രയും വലിയൊരു ഷിഫ്റ്റ്, ആ ഷിഫ്റ്റ് അദ്ദേഹത്തെ പോലെ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ സാധ്യമുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് CPM-ൻ്റെ നിലപാടുകൾ വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ഭാവി അവിടെയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാവാം അദ്ദേഹം സിമിയിൽ തുടങ്ങി ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം മുഴക്കിയ സിമിയിൽ തുടങ്ങി, സിമിയിൽ നിന്ന് മുസ്ലിം ലീഗിലൂടെ അവസാനം ഇടതുപക്ഷത്ത് ഭരണ പാർട്ടിയുടെ ആളായി അദ്ദേഹം മാറിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട. പക്ഷേ അദ്ദേഹത്തിൻ്റെ അയോധ്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇന്ന് കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു. ഞാൻ ആ പ്രസ്താവന വളരെ ചുരുക്കത്തിലൊന്ന് വായിക്കാം. പാകിസ്ഥാനിൽ നടക്കാത്തത് ഇന്ത്യയിൽ നടക്കുന്നു എന്നാണ് തലക്കെട്ട്. മതരാഷ്ട്രമായ പാകിസ്ഥാനിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് മതനിരപേക്ഷ രാഷ്ട്രമായ ഇന്ത്യയിൽ നടക്കുന്നതെന്ന് KT ജലീൽ MLA. പാകിസ്ഥാനിൽ ഏതെങ്കിലും ക്ഷേത്രം തകർത്ത് പള്ളി പണിതതായി കേട്ടിട്ടുണ്ടോ? ബംഗ്ലാദേശിൽ പോലും ഇത് നടക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഒരു കോഴിക്കോട് നടന്ന ഒരു റാലിയിൽ, ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. എന്തിനാണ് അദ്ദേഹം പാകിസ്ഥാനെ ഇതിലേക്ക് വലിച്ചിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ എന്ത് പറഞ്ഞാലും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട അദ്ദേഹം പലതും പറയാറുണ്ട്. യാത്രാ വിവരണങ്ങളായാലും ഒക്കെ ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയൊക്കെ ഇസ്ലാമിക കണ്ണുകളിലൂടെ മാത്രമാണ് അദ്ദേഹം നോക്കിക്കാണാൻ ശ്രമിക്കുന്നുള്ളൂ. അതും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അയോധ്യ പോലൊരു വിഷയത്തിൽ അദ്ദേഹം പാകിസ്ഥാനെ വലിച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനിൽ പോലും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല എന്ന്. നൈസായിട്ട് ശരിക്കും പാകിസ്ഥാനെ അദ്ദേഹം ഒന്ന് വെളുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മതരാഷ്ട്രമാണെങ്കിലും പാകിസ്ഥാനിൽ ഇങ്ങനെയൊന്നും നടക്കാറില്ല, ബംഗ്ലാദേശിൽ പോലും നടക്കാറില്ല എന്നാണ് പറയുന്നത്. ശരിയാണ്, പാകിസ്ഥാനിൽ ഇങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. പാകിസ്ഥാനിൽ ബോംബിട്ടും ബുൾഡോസർ ഉപയോഗിച്ചും റോക്കറ്റ് ലോഞ്ചേഴ്സ് ഉപയോഗിച്ചുമാണ് പാകിസ്ഥാനിൽ ക്ഷേത്രങ്ങൾ തകർക്കുന്നത്. ഞാനൊരു ചെറിയ കണക്ക് പറയാം. പാക് ഹിന്ദു റൈറ്റ്സ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ ഒരു വർഷം മുമ്പുള്ള അവരുടെ ഒരു സർവേ അനുസരിച്ച് 4280 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതിൽ 380 അവരുടെ ലിസ്റ്റ് അനുസരിച്ചുള്ള ക്ഷേത്രങ്ങളാണ്. അതിൽ കൂടുതൽ ക്ഷേത്രങ്ങൾ ആ രാജ്യത്തുണ്ടായിരുന്നു, അത് വേറൊരു കാര്യം. അവരുടെ ലിസ്റ്റിലുള്ള 4280 ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 380 ക്ഷേത്രങ്ങൾ മാത്രമാണ്. പാക് ഹിന്ദു റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ സർവേയാണ്. KT ജലീലാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ഈ ക്ഷേത്രങ്ങളൊക്കെ ആവിയായി പോയതാണോ? അവിടെ കൊള്ളക്കാരും കള്ളന്മാരും കവർച്ചാ സംഘങ്ങളും അതേപോലെ മതഭ്രാന്തന്മാരും ഒരു പരിധിവരെ അവിടുത്തെ അധികാരികളും എല്ലാവരും ഈ ഒരു കാര്യത്തിൽ, ക്ഷേത്രധ്വംസനം എന്നുള്ള കാര്യത്തിൽ അവർ ഒരുമിച്ച് തന്നെയാണ്. അവർക്ക് അക്കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം നശിച്ചു പോയത്. 4280 ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 380 ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ 380 ക്ഷേത്രങ്ങളും ഇല്ല പാകിസ്ഥാനിൽ. ആ 380 വീണ്ടും ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ 2023 മാത്രം 24 മണിക്കൂറിൻ്റെ ഇടവേളയ്ക്കുള്ളിൽ
2 പ്രധാന ക്ഷേത്രങ്ങളാണ് പാകിസ്ഥാനിൽ നശിപ്പിക്കപ്പെട്ടത്. അത് ഒന്ന് മാരി മാതാ ക്ഷേത്രം കറാച്ചിയിൽ ബുൾഡോസർ ഉപയോഗിച്ചാണ് ആ ക്ഷേത്രം ഇടിച്ചു നിരത്തിയത്. 150 വർഷം മറ്റോ പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രം യഥാർത്ഥത്തിൽ നഗരമധ്യത്തിൽ നിൽക്കുന്ന ക്ഷേത്രമായിരുന്നു. ബുൾഡോസർ ഉപയോഗിച്ചാണ് ആ ക്ഷേത്രം നശിപ്പിച്ചത്. മറ്റൊരു ക്ഷേത്രം നശിപ്പിച്ചത് സിന്ധിലാണ്. സിന്ധിലെ മിഥി എന്ന് പറയുന്ന സ്ഥലത്ത്. ആ ക്ഷേത്രത്തിനും ഇതേപോലെ വലിയ പഴക്കമുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന മറ്റൊന്ന് മൂന്നാമത്തെ ക്ഷേത്രം, അതും ഈ 2023 മാത്രം നടന്നതാണ്. അത് LOCയിൽ നിലം നദിക്ക് സമീപത്ത് ഭാരതത്തോടെ ചേർന്ന് തന്നെയുള്ള ശാരദാപീഠ് മന്ദിറാണ്. ശാരദാപീഠം നമ്മുടെ ശങ്കരാചാര്യരുമായി അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രമാണ്. ഈ ശാരദാപീഠ് മന്ദിറും ഇതേപോലെ തന്നെ പാകിസ്ഥാൻ അധികൃതരാണ് നശിപ്പിച്ചത്. ഇതിൽ ചില ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിക്കുന്നതിനെതിരെ പാകിസ്ഥാനിലെ കോടതികളിൽ സ്റ്റേ ഓർഡറുണ്ട്. പക്ഷേ അതൊന്നും അവിടെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അധികാരികളെ, അവിടുത്തെ ലോക്കലായിട്ടുള്ള ജനക്കൂട്ടങ്ങളെ, മതഭ്രാന്തന്മാരെ ഒന്നും പിന്തിരിപ്പിക്കാൻ പര്യാപ്തമല്ല. അവർ കയറി ഒന്നൊന്നായി ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയാണ്. ഇനിയും ക്ഷേത്രങ്ങൾ മാത്രമാണോ പാകിസ്ഥാനിൽ ആക്രമിക്കപ്പെടുന്നത്? പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യയുടെ അവസ്ഥ എന്താണ്? എത്ര ശതമാനമാണ് അവർ ഉള്ളത്? ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ഉള്ളത് സിന്ധിലാണെന്ന് പറയുന്നു. ആ സിന്ധിൽ പോലും അവർ 4% മുകളിലില്ല ഇപ്പോൾ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. ഈ 2023 നവംബറിലെ ഒരു കണക്കനുസരിച്ച് 30ഓളം സ്ത്രീകളും കുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളുമാണ് പാകിസ്ഥാനിൽ വിവിധ സ്ഥലങ്ങളിലായി ജനക്കൂട്ടങ്ങളുടെ തടവിലുള്ളത്. പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ അല്ല, ജനക്കൂട്ടങ്ങളുടെ തടവിലുള്ളത്. ഈ സ്ത്രീകൾ മോചിപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് മാത്രമല്ല, ഇവർ കാണിച്ചു കൊടുക്കുന്ന പുരുഷന്മാരെ കല്യാണം കഴിക്കുകയും വേണം, നിക്കാഹ് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമാണ് ഈ സ്ത്രീകളെ വിടുക. കഴിഞ്ഞ നവംബർ 2023 കണക്കനുസരിച്ച് 30ഓളം സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്, പെൺകുഞ്ഞുങ്ങളുമാണ് തടവിലുള്ളത്. ഇതാണ് പാകിസ്ഥാനിലെ അവസ്ഥ. ആ പാകിസ്ഥാനുമായിട്ടാണ് ഭാരതത്തെ ശ്രീ KT ജലീൽ ഉപമിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ പറയുന്ന അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇത്രയും VIPs അവിടെ വന്നു, എല്ലാവരും പ്രസംഗിച്ചു. ജനക്കൂട്ടം അവിടെ കണ്ണുനീരുകൊണ്ട്, അതായത് ഭക്തി കൊണ്ടുള്ള കണ്ണുനീര്, അതേപോലെ ആത്മാഭിമാനം കൊണ്ട് 500 വർഷത്തെ കാത്തിരിപ്പിൻ്റെ അവസാനം 84 മിനിറ്റ് കൊണ്ട് പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ അത് ചരിത്രം മാറ്റുന്ന ഒന്നായിരുന്നു. പക്ഷേ അവിടെ എവിടെയെങ്കിലും ഇസ്ലാമിന് വിരുദ്ധമായി അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായി ഒരു ശബ്ദമെങ്കിലും ഉയർന്നതായിട്ട് ശ്രീ KT ജലീലിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരാളുടെ പ്രസംഗത്തിൽ പോലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ എന്നിട്ടും കുളം കലക്കാൻ ശ്രമിക്കുകയാണ് മതം മാത്രം ചിന്തിക്കുന്ന ഇവരെ പോലെയുള്ള ആൾക്കാർ. ശ്രീ KT ജലീലിനെ പോലെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാരതത്തിൻ്റെ ഭാവി എന്താവണമെന്ന്, ഭാരതം മുന്നോട്ട് ഏത് പാതയിലൂടെ നീങ്ങണമെന്ന് അത് ഭാരതത്തിലെ ആൾക്കാർ, ഭൂരിപക്ഷ ആൾക്കാർ തീരുമാനിക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. സംസ്കാരത്തിൽ അധിഷ്ഠിതമായ, നമ്മളുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നവഭാരതം സൃഷ്ടിക്കാനാണ് ഇന്നത്തെ ഭരണകൂടം ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ഭരണകൂടത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്നത് പോലെ പള്ളികൾ തകർക്കുക, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നൊന്നും അജണ്ടയിലില്ല. അത് കാരണം ഈ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല അത് ഹിന്ദുക്കുഷ് പർവ്വതനിര കടന്നു വന്ന ഗസ്നിയും ഗോറിയും ഈ ബാബറും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സംസ്കാരമാണ്. ആ സംസ്കാരം ഇല്ലാതാക്കേണ്ടത് ഭാരതത്തിൻ്റെ ശോഭനമായ ഭാവിക്ക് അത്യാവശ്യമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അത് ശ്രീ KT ജലീലിന് മനസ്സിലാവാഞ്ഞിട്ടല്ല, അദ്ദേഹം എന്നിട്ടും ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയും ഭയവും ഉണ്ടാക്കി തൻ്റെ രാഷ്ട്രീയത്തെ വിൽക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ഒരു ട്രോള് ശ്രീ ജലീലുമായി ബന്ധപ്പെട്ടതല്ല, ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരു ട്രോളും കൂടി നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഒരു അർത്ഥത്തിൽ ആ ട്രോള് വലിയ തമാശയാണെങ്കിലും അതിലൊരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കും മനസ്സിലാവും. നമസ്കാരം.